എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല മൊയ്തീനെ, ചവിട്ടിട്ട് അങ്ങോട്ട് നീങ്ങണില്ലത്. എനിക്ക് ഇതിന് മാത്രം കനണ്ടടോ. നിങ്ങളല്ലോ ഒടുക്ക് സൈക്കിളിന്റെ തകരാറായിരിക്കുമെന്ന്. ഇതാ നിന്റെ വീടെത്തി, നിർത്തിക്കോ. എന്തായാലും ഞാനും ഉണ്ട്. നല്ല കടുപ്പത്തിലൊരു സുലൈമാനി അടിക്കാലോ. മൊയ്തീനെ, ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം എപ്പോഴെങ്കിലും ചെയ്തിക്കടോ? ഉപകാരം എന്ന് ചോദിച്ചാൽ ഞമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, അത് ഉറപ്പാ. ഇനി എന്താണ്ടോ ചക്കാന്ന് പറയുമ്പോ വാങ്ങാന്ന് അറിയുന്നത്. എന്റെ മൊയ്തീനെ, നമ്മൾ കഴിയുന്നത്ര പരോപകാരം ചെയ്യണം. എന്നാലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകടോ. ഞമ്മൾ ഇന്ന് രാവിലെ 3 ഉപകാരം ചെയ്ത്. അയ്യോ എലി എലി, അയ്യോ എന്റെ വീട്ടിൽ എലി കയറി, അയ്യോ എലി എലി. മൊയ്തീനെ, എന്റെ അടുത്ത വീട്ടിൽ നിന്നാണല്ലോ നിലവിളി. അതാ വാസൂട്ടിയാണേ, മൂപ്പർക്ക് എലീനെ പേടിയാ. എലി പോയാ കരച്ചിലും പോവും. നിങ്ങളത് കാര്യാക്കണ്ട. ഛേ, എന്താണ് മൊയ്തീനത്? ഒരാളെ വിഷമം കണ്ടിട്ട് കണ്ടില്ലാന്ന് നടിക്കരുത്. ഞമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരം ഞമ്മള് ചെയ്തു കൊടുക്കണം. ഈ വാസൂട്ടിന്റെ വീട്ടിലേക്ക് ഞാനില്ല ഗഫൂർക്ക, ഞങ്ങൾ തെറ്റില്ല. ചെറിയൊരു അതിർത്തി പ്രശ്നം. അതിർത്തി പ്രശ്നോ? ആന്ന്, എനിക്ക് 9 സെന്റ് സ്ഥലം, വാസുവിന് 11 സെന്റും. സമാസമം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മതില് കെട്ടിയപ്പോ 1 സെന്റ് അങ്ങോട്ട് കെട്ടി 10 ഞമ്മക്കും 10 ഓനും. അതിനുശേഷം ഞമ്മള് തെറ്റില്ല. ഈ ഇവലീസാണല്ലോ മൊയ്തീനെ. അയ്യോ ഓടിവായോ, അയ്യോ ഓടി വരണേ, എലി അടുക്കളന്ന് പോന്നില്ലോ, രക്ഷിക്കണേ. സോറി മൊയ്തീനെ, ഞമ്മക്ക് നിലവിളി കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റൂല. വാസുട്ടിയെ, ഇനി പേടിക്കണ്ട. ഇതാ എന്റെ എലിനെ നമ്മള് കൊന്ന്. ആ ഒലക്കൊന്ന് തന്ന ചങ്ങായി, ഇത് മൊയ്തീന്റെ വീട്ടിൽ ഒലക്കാ. എന്നാ നോക്കിക്കോ. ഒരു എലിനെ കൊല്ലാൻ വേണ്ടി എന്റെ അടുക്കളയിലെ പാത്രവും ചട്ടിയും കലവും എന്തിനു പറയും, എന്റെ ഫ്രിഡ്ജ് വരെ പൊളിച്ചില്ലടോ പിശാശെ. എന്റെ നിർത്തി. ഇതോടുകൂടി പരോപകാരം നമ്മൾ നിർത്തി.